ഒരു കാലത്ത് ഇടത് സ്വഭാവമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ച് വന്നിരുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും അറിയാം ആ കാര്യം. പിന്നീടാണ് സംഘപ്രസ്ഥാനങ്ങളിലേക്ക് ദേശീയ ആദർശം നെഞ്ചേറ്റി സംഘപ്രസ്ഥാനത്തിൻ്റെ ഒരു കാര്യകർത്താവ് എന്ന നിലയിലേക്ക് മാറിയത്. തുടക്കകാലത്ത് ഏറെ ആരാധനയോടെ ഞാൻ നോക്കിക്കണ്ടിരുന്ന ഒരാളാണ് നമ്മുടെ എല്ലാം പപ്പേട്ടൻ. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടത് കൂത്തുപറമ്പിൽ മാറോളി കിട്ടെന്ന് പറയുന്ന ഒരു പ്രസംഗ സ്ഥലമുണ്ട്. അവിടെ അന്ന് പപ്പേട്ടൻ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെന്നാണ് എൻ്റെ ഓർമ്മ. പപ്പേട്ടൻ്റെ പ്രസംഗം ഏറെ ഹരം പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്കറിയാം, സ്വാഭാവികമായും മാന്യ പരമേശ്വർജി, മാരാർജി, പ്രിയപ്പെട്ട മുകുന്ദേട്ടൻ, അങ്ങനെ അനേകം ആളുകൾ, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ആളുകൾ, പ്രചാരക സമൂഹം, മുഴുവൻ സമയ പ്രവർത്തനത്തിലൂടെ പാർട്ടി പതാക ഉയരെ പറത്തിയ അനേകം കർമ്മധീരരായ ത്യാഗികളായ നമ്മുടെ കാര്യകർത്തൃ സഹോദരങ്ങൾ, ഇവരൊക്കെയാണ് ദേശീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാനുള്ള പ്രേരണയായി മാറിയത്. എന്നാൽ അതേ സമയത്ത് മറുഭാഗത്ത് ഈ പോക്കത്ര ശരിയല്ലല്ലോ, ഇതങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടായിരുന്നു. അതാണല്ലോ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം, അങ്ങനെയാണല്ലോ. അങ്ങനെയുള്ള ആളുകളുടെ ഏതോ നേരത്ത് അവർക്ക് തോന്നിയ ഒരു ദുർബുദ്ധി എന്നാണ് ഞാൻ പറയുക. ഈ തരത്തിൽ ഒരാക്രമണം എൻ്റെ നേരെ നടത്താനിടയായി ദുർബുദ്ധി കാരണം എന്നാണ് ഞാൻ പറയുക. ആ ദുർബുദ്ധിയാണ് നമുക്ക് പലതും നഷ്ടമാക്കിയത്. പപ്പേട്ടൻ സൂചിപ്പിച്ചു, ഞാൻ ഈ കണ്ണൂരിൽ MP ആയി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ക്ഷണം രാഷ്ട്രപതിയിൽ നിന്ന് പിന്നീട് ലോക്സഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് കിട്ടിയപ്പോൾ ജൂലൈ മാസം 21-ാം തീയതിയാണ് സഭ ആരംഭിക്കുന്നതും അന്നാണ് സത്യപ്രതിജ്ഞയും എന്നുള്ള അറിയിപ്പ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം വണങ്ങാൻ പോയത് സ്വർഗീയ മാരാർജിയുടെ സ്മൃതി കുടീരത്തിലേക്കാണ്, കണ്ണൂരിൽ. അന്ന് ചെറിയൊരു മഴയുണ്ടായിരുന്നു, ചാറ്റൽ മഴയുണ്ടായിരുന്നു. മാരാർജി സ്മൃതി മന്ദിരത്തിൻ്റെ അടുത്ത് വരെ വണ്ടിയിൽ പോയി അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നടക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ കണ്ടു അവിടെ പപ്പേട്ടൻ കുറേ നേരത്തെ തന്നെ അവിടെ വന്ന് കാത്തിരിക്കുകയായിരുന്നു. എന്നെ ഓടി വന്ന് പപ്പേട്ടൻ എന്നെ ചേർത്ത് പിടിച്ചു, എൻ്റെ കൈ മുറുകെ പിടിച്ചു. പിന്നീട് ആ കൈ പപ്പേട്ടൻ വിട്ടത് പുഷ്പാർച്ചന കഴിഞ്ഞ് തിരിച്ച് കാറിൽ വന്നപ്പോഴാണ്, കാറിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ്. അതുവരെ എൻ്റെ കൈ മുറുകെ എങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു പപ്പേട്ടൻ. അത് കഴിഞ്ഞ് മാരാർജി മന്ദിരമായ നമ്മുടെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ ഓഫീസിലേക്ക് അവിടെ കാറിൽ ചെന്നിറങ്ങിയപ്പോഴും ആദ്യം വന്ന കൈ പിടുത്തം പപ്പേട്ടൻ്റെയാണ്. പപ്പേട്ടൻ്റെ കൈ പിടിച്ചാണ് ഞാൻ ആ മാരാർജി മന്ദിരത്തിൻ്റെ പടവുകൾ കയറിയത്. അന്ന് അവിടെ കൂടിയ ഇത്രയും തന്നെ വരുന്ന പാർട്ടി കാര്യകർത്താക്കളോട് കുറേയധികം കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴും ഈ വാർത്ത വന്നതിന് ശേഷം വന്ന മാധ്യമപ്രവർത്തകരോടും ഞാൻ മനഃപൂർവ്വം തന്നെ പറഞ്ഞതാണ് പപ്പേട്ടൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവർ ചോദിച്ചത്, ആദ്യം മാഷെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് ദേശവ്യാപകമായ ചർച്ചയുണ്ടാക്കാൻ വേണ്ടിയല്ലേ? ഞാൻ അവരോട് പറഞ്ഞു, അല്ല, ഒരിക്കലുമല്ല, നോ, നെവർ.
അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് ദേശീയ തലത്തിൽ ചർച്ചയുണ്ടാക്കാൻ കേരളത്തിൽ നിന്നൊരു സദാനന്ദ മാഷെ തപ്പിയെടുത്ത് കൊണ്ടുപോയി രാജ്യസഭാംഗമാക്കേണ്ട കാര്യമൊന്നുമില്ല. അക്രമ രാഷ്ട്രീയം നമ്മുടെ അജണ്ടയിലുള്ള വിഷയമേ അല്ല, നാം പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതൊരു ശൈലിയായി സ്വീകരിച്ചിട്ടുമില്ല. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആദർശം, ആശയം പ്രചരിപ്പിക്കുക എന്ന ദൗത്യത്തിൽ ആയുധത്തിന് സ്ഥാനമില്ല. പക്ഷെ നമുക്കത് നേരിടേണ്ടി വന്നു. അപ്രതീക്ഷിതമായി സംഘത്തിന്റെ ശാഖയിലേക്ക് പോകുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് അധിക്ഷേപിക്കുക, ഭീഷണിപ്പെടുത്തുക, ഇതിലൊന്നും വഴങ്ങുന്നില്ലെങ്കിൽ വീട്ടുകാരെ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമാക്കുക, സഹോദരിമാരുടെ വിവാഹം മുടക്കുക, വീട്ടിലെ ചടങ്ങുകൾക്ക് വരാതിരിക്കുക, വരുന്ന ആളുകളെ തടസ്സപ്പെടുത്തുക, സാമൂഹ്യമായ ഭ്രഷ്ട് കൽപ്പിക്കുക, ഈ രീതിയിലുള്ള അപരിഷ്കൃതമായ കാടത്തം നിറഞ്ഞ സമീപനം നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സമീപനത്തിന് ഇരകളായി കഴിയേണ്ടി വന്ന നൂറുകണക്കിന് ആളുകൾ കേരളത്തിലെമ്പാടും, കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും ഈ തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് കാണാനുണ്ട്. ഒരുപാട് ബലിദാനികളുടെ വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെയുള്ള അമ്മമാരുടെ ദുഃഖവും ദുരിതങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ മനസ്സറിഞ്ഞിട്ടുണ്ട്.